അച്ചപ്പം റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് പൊടിച്ച ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച ശേഷമാണ് ഞാൻ ഈ കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഇതൊരു ഫുൾ കപ്പായിട്ട് തോന്നുന്നത്. പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് പൊടിച്ച് ചേർത്തത്. പൊടിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തേങ്ങയുടെ പാല് എടുത്തിട്ടുണ്ട്. 1-ാം പാലാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാലാണ്. ഇത് ഈ മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല, കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത ശേഷം ആവശ്യമുള്ള അനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ അച്ചപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഈ തയ്യാറാക്കിയ മിക്സിലേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പൊടി നമുക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ്. വറുത്ത അരിപ്പൊടിയല്ല ചേർത്ത് കൊടുക്കേണ്ടത്, പച്ചപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അരിപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് എടുത്താൽ മതിയാകും. ഇത് ദോശമാവിൻ്റെ പരുവത്തിനാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇടയ്ക്ക് ഇതിൽ ഞാൻ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി കുറേശ്ശെയായി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് മൈദ മാവ് കൂടി ചേർക്കുന്നുണ്ട്. 2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദ മാവും 1/4 കപ്പ് പഞ്ചസാരയും 1 മുട്ടയും ആവശ്യത്തിന് തേങ്ങാപ്പാലും ചേർത്താണ് അച്ചപ്പത്തിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. കുറച്ച് മൈദ മാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അച്ചപ്പം നല്ല ക്രിസ്പിയായി കിട്ടുകയും ചെയ്യും. ഒരുപാട് അങ്ങ് ഹാർഡാവുകയില്ല. അരി മാത്രം വെച്ച് തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് അങ്ങ് ഹാർഡായി പോകുന്നതായിട്ട് തോന്നാറുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും ഈ ബാറ്റർ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ദോശമാവിൻ്റെ ഒരു പരുവത്തിന് വേണം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അച്ചപ്പത്തിൻ്റെ അച്ചിൽ പിടിക്കത്തില്ല. അപ്പോൾ ഈ ഒരു കറക്റ്റ് പരുവത്തിന് തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ മതിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകവും എള്ളും ഏലക്ക പൊടിച്ചതും കൂടെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം വേണം നമ്മൾ അച്ചപ്പം തയ്യാറാക്കിയെടുക്കാൻ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് അച്ചപ്പത്തിൻ്റെ അച്ച്
കുറച്ച് നേരം ഒന്ന് തിളച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പോലുള്ള അച്ചാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് എണ്ണയിലിട്ട് ചൂടായ ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്കൊന്ന് മുക്കി കൊടുക്കാം. ഇത് മുക്കുന്ന സമയത്ത് ഒരു 1/4 ഭാഗത്തോളം മാത്രമേ മുക്കിയെടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം തയ്യാറാക്കുന്ന 1-2 അച്ചപ്പമൊക്കെ അച്ചിൽ നിന്ന് വിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 2-3 എണ്ണമൊക്കെ തയ്യാറാക്കിയ ശേഷം ഇത് വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓരോ തവണയും മാവിൽ മുക്കുന്നതിന് മുന്നേ ആയിട്ട് എണ്ണയിൽ കുറച്ച് നേരം ഇട്ട് വെച്ച ശേഷം വേണം ബാറ്ററിൽ മുക്കിയെടുക്കാൻ. എണ്ണയിൽ നിന്നും എടുക്കുന്ന സമയത്ത് ഇത് ഒന്ന് തട്ടിയ ശേഷം വേണം, ഈ പാനിൻ്റെ സൈഡിലൊന്ന് തട്ടിയ ശേഷം വേണം എടുക്കുന്നത്. അല്ലെങ്കിൽ ആ എണ്ണ അതിലിരുന്ന ശേഷം ഈ മാവ് അതേപോലെ തന്നെ ഊർന്ന് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് തട്ടിയ ശേഷം വേണം എടുക്കുന്നത്. എണ്ണയിൽ മുക്കിയ ശേഷം ഇത് ഉടനെ തന്നെ തട്ടി കൊടുക്കണ്ട. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ ശേഷം മാത്രം ഒന്ന് തട്ടി കൊടുക്കുമ്പോഴേക്കും അത് ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് വിട്ടുവരും. ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ അച്ചപ്പവും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. എനിക്കൊരു 25 അച്ചപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അളവിൽ പഞ്ചസാര ചേർത്തപ്പോൾ ഈ അച്ചപ്പത്തിന് എനിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി കുറച്ചെടുത്താൽ മതിയാകും. കൂടുതൽ അച്ചപ്പം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ വലിയൊരു പാനിൽ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് അച്ചപ്പം. എല്ലാവരും അച്ചപ്പം കൂടി ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.